ഗർഭിണികൾക്ക് മികച്ച പരിചരണവും സുഖപ്രസവവും ഉറപ്പാക്കി അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതി അവതാളത്തിൽ. കഴിഞ്ഞ 9 മാസമായി പദ്ധതിക്ക് കരാറെടുത്ത ഡ്രൈവർമാർക്ക് പണം നൽകാൻ കഴിയാതെയായതോടെ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. ദേശീയ നഗരാരോഗ്യ ദൗത്യം NHM വഴിയാണ് മാതൃയാനം പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിരുന്നത്. എന്നാൽ സമയബന്ധിതമായി NHM ഫണ്ട് നൽകാതിരുന്നതോടെയാണ് പദ്ധതി അവതാളത്തിലായത്. 1 കിലോമീറ്റർ ദൂരത്തിന് 35 രൂപ നിരക്കിലാണ് ഡ്രൈവർമാർക്ക് നൽകിയിരുന്നത്. പ്രതിമാസം ശരാശരി 1 ലക്ഷത്തോളം രൂപയാണ് പൊന്നാനി മാതൃശിശു ആശുപത്രി വഴി മാതൃയാനം പദ്ധതിക്കായി നൽകിയിരുന്നത്. ജില്ലയിൽ പൊന്നാനി മാതൃശിശു ആശുപത്രിയിലാണ് ഈ പദ്ധതി ആദ്യമായി തുടങ്ങിയത്. 2019 ആരംഭിച്ച പദ്ധതി സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. അമ്മയും കുഞ്ഞും പദ്ധതിയുടെ തുടർച്ചയായാണ് മാതൃയാനം പദ്ധതി ആവിഷ്കരിച്ചത്. അമ്മയും കുഞ്ഞും പദ്ധതിയിൽ പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന അമ്മമാർക്ക് യാത്രക്ക് 500 രൂപ നൽകിയിരുന്നു. ഇത് ദീർഘദൂര യാത്രക്ക് പലപ്പോഴും തികഞ്ഞിരുന്നില്ല. ഇതോടെയാണ് മാതൃയാനം പദ്ധതിയിൽ യാത്രക്ക് ടാക്സി വാഹനം ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത്. അതേസമയം വിഷയം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും 2 ആഴ്ചക്കകം പണം അനുവദിക്കുന്നതിന് സംവിധാനം ഒരുക്കുമെന്നും മാതൃശിശു ആശുപത്രി സൂപ്രണ്ട് ശ്രീജ പറഞ്ഞു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടപ്പിലാക്കി വരുന്ന മാതൃയാനം പദ്ധതി അതിൻ്റെ ഫണ്ട് സമയബന്ധിതമായി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കുറച്ച് ദിവസം ഡ്രൈവർമാരുടെ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ അനൂപ് സാറ് നമുക്ക് 2 മാസത്തെ ഒരു ഫണ്ട് അവർക്ക് നൽകാം, ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഒരാഴ്ചയുടെ ഉള്ളിൽ നൽകാമെന്നുള്ള ഒരു വ്യവസ്ഥയിൽ അവർ വീണ്ടും സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്.